ഹലോ ഫ്രണ്ട്സ്, ഇന്നും ഒരാളെ നമ്മൾ പകുതി ഉറക്കത്തെ എണീപ്പിക്കേണ്ടി വന്നു. കാരണം വൈഫിന് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളിക്കാർക്ക് ടേൺ അറൗണ്ട് ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് കേട്ടോ പോയി വരുന്നൊക്കെ. ഇന്ന് വാവയ്ക്ക് ഒരു ചെറിയ തട്ടുകൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല പഴുത്ത ഏത്തയ്ക്ക് നല്ല നെയ്യിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. എന്റെ പൊന്നുമോനെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പഴുത്ത ഏത്തയ്ക്ക് അറിയണം, എന്നാൽ മാത്രമേ ആ ഒരു മധുരം ഉണ്ടാവുള്ളൂ. വാവയ്ക്ക് എന്തായാലും ഇഷ്ടമായി. ഇരുന്ന എരിപ്പിൽ 1.5 ഏത്തയ്ക്ക് വാവ ഫിനിഷ് ചെയ്യും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്കുള്ള ദിവസമാണെങ്കിൽ നമ്മളത് തലേന്നേ അറേഞ്ച് ചെയ്യും. കാരണം വാവയുടെ കാര്യങ്ങളൊക്കെ എല്ലാം മാനേജ് ചെയ്യണം, ഫുഡിന്റെ കാര്യം നോക്കണം, വാവനെ ഡ്രോപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ഡേ ഫുൾ പാക്ഡ് ആയിരിക്കും. ഇന്നത്തെ ഒരു വർക്ക് നമുക്കൊരു റെസ്റ്റോറന്റ് ഷൂട്ടായിരുന്നു. ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഈവനിങ് ഒരു ചായം കുടിച്ച് നേരെ ജിമ്മിലേക്ക് വിട്ട് ജിമ്മിന്റെ പരിപാടിയും കഴിഞ്ഞ് വാവക്കൊണ്ട് പിക്കാം. ഒരു പാരന്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ഒരു മൂവ്മെന്റ് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളുടെ കൂടെ തന്നെ അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. താങ്ക് ഗോഡ് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഫ്രം ദ ഫസ്റ്റ് മൂവ്മെന്റ് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, കാരണം അതിൻ്റെതായ കുറച്ച് ഡിഫിക്കൽട്ടി ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ. സോ ഫോർ ഓൾ ദ ന്യൂ പാരന്റ്സ്, ബി പേഷ്യന്റ് ആൻഡ് വെയിറ്റ് ഫോർ ദ പ്രോഗ്രസ്. എല്ലാം ശരിയാവും. സോ ഗൈസ്, ടാറ്റാ.